നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വർഗീയത രാഷ്ട്രീയത്തിൽ കുത്തിത്തിരികാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ CPM-ന്റെ ഈ വർഗീയ രാഷ്ട്രീയത്തെ കാണാൻ കഴിയുന്നത്? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, കേരളം എപ്പോഴും സമ്പൂർണ്ണമായിട്ട് മതേതരത്വം നിറഞ്ഞു നിന്ന ഒരു സംസ്ഥാനമായിട്ട് തോന്നിയിട്ടുണ്ടോ? മതേതരത്വം സ്വഭാവം ഇല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അല്ല, പ്രത്യേകിച്ച് നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആണ് നമുക്കത് വ്യക്തമാകുന്നത്. യാതൊരു തരത്തിലുള്ള മതേതരത്വം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണല്ലോ പറയാൻ കാരണം. അത് നമുക്കറിയാമല്ലോ. ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, AK ബാലൻ തന്നെ പറഞ്ഞിരിക്കുന്നു, കേരളത്തിൽ ഇനി UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഭ്യന്തരം കൈയാളുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ലീഗിനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോ അത് ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിനെ നമ്മളെ ആരാണ് പിന്തുണച്ചത്? ഇവിടെ ഒരു അല്ല, CPM മാത്രമല്ല, അതിനെ ആരാണ് അതിനെ പിന്തുണച്ചത്? ഏറ്റവും അതിശക്തമായിട്ട് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോ ശരിക്കും നമ്മുടെ നാട് മതേതരത്വമാണ്, അല്ലെങ്കിൽ മതേതരത്വം കൈകൊള്ളുന്ന നാടാണെന്നുണ്ടെങ്കിൽ അതിന് സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറയണ്ടേ? CPM-കാർ മാത്രം അടങ്ങുന്നതല്ലല്ലോ നമ്മുടെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കന്മാർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രകടനവുമായി രംഗത്തെത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയാണ്? ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തെ തള്ളിപ്പറയാനോ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന മതേതരത്വമാണ് ഇവിടെ മൊത്തം മതസഹിഷ്ണുതയാണ് എന്ന് പറയുന്ന വാദത്തിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതല്ല ഇതിൽ തെളിയുന്നത്. അത് CPM-ന്റെ രാഷ്ട്രീയമല്ലേ? CPM അതായത് ഇനി തങ്ങൾക്ക് വേറൊരു രക്ഷയുമില്ല. അവർ ഈഴവ വോട്ടുകൾ അവർക്ക് വളരെയധികം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത്. വെള്ളാപ്പള്ളിയെ ഒരു കണക്കിലും അവർക്ക് പിണക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതിന്റെ ബാക്കിയായിട്ടല്ലേ അവർക്ക് മുസ്ലിം വോട്ടുകൾ അതിനെതിരെ ഇദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത വ്യക്തിയായിരുന്നല്ലോ മലപ്പുറത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, അല്ലെ? അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്ത നേതാവാണല്ലോ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ്. ആ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും മിക്ക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും തയ്യാറാകാത്തത് തന്നെ ഈ കേരളത്തിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള ഈ ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെ? AK ബാലന്റെ പ്രസ്താവനകളോട് എങ്ങനെയാണ്? AK ബാലന്റെ പ്രസ്താവനകൾ നമ്മൾ വലിയ പുതുമയൊന്നും കാണേണ്ടതില്ല. കാരണം മുൻകാലങ്ങളിൽ മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹസനും കുഞ്ഞാലിയും അതോടൊപ്പം തന്നെ അമീനും കേരളം ഭരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 3 പേരെയും അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് ഏത് കമ്മ്യൂണിറ്റിയാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോ കേരളം UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞത്, കേരളം ഭരിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞത് ആരെയാണ്? അന്ന് തന്നെ ഉദ്ദേശിച്ചിരുന്നത് ആരെയാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോ അങ്ങനെ ആ ഒരു വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് CPM ശ്രമിച്ചത്. നമുക്കറിയാം ഇന്നും കേരളത്തിൽ ഏറ്റവും അധികം ഹിന്ദു വോട്ടുകൾ ലഭിക്കുന്നത് CPM-നാണ്, അല്ലെ? അപ്പോ പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് ഒരുപാട് ഹിന്ദു വോട്ടുകൾ CPM-ന് നഷ്ടപ്പെടുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ശബരിമലയുടെ ആ വിഷയത്തോട് കൂടിയിട്ടാണ്. ശബരിമലയുടെ ആ വിഷയം മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. BJP-യുടെ ഒരു കടന്നുകയറ്റവും ഒരുപാട് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ CPM-ന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു വോട്ടുകൾ ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ ധ്രുവീകരണം പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനവർ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഇവർക്കെതിരെ, ഈ സാമുദായിക നേതാക്കന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി ബിനോയ് വിശ്വത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ അനുകൂലമായിട്ട് തലോടി നിന്നത്? അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വെള്ളാപ്പള്ളി വളരെ ധനികനായിട്ടുള്ള ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെ? സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ഈ പറയുന്ന ബാറുകൾ എല്ലാം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോ ഈ പലരും പാർട്ടി ഫണ്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുമല്ലോ. ഇതേപോലെ തന്നെ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയുടെ പല പ്രവർത്തകരും പാർട്ടി ഫണ്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അന്ന് അദ്ദേഹം എന്തോ 3 ലക്ഷം രൂപ എന്തോ ബിനോയ് വിശ്വത്തിന്റെ കൂട്ടാളികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ പണം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പ്രതികരിക്കുന്നതിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞു, അദ്ദേഹം എന്റെ പക്കൽ നിന്ന് പണം മേടിച്ചിട്ട് പോയിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്, എന്നിട്ട് ഒടുവിൽ ഇപ്പൊ ഞാനിപ്പോ കുറ്റക്കാരനായി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് ഒരുപക്ഷെ ഈ പറയുന്ന ഫണ്ട് കൈപ്പറ്റിയത് കൊണ്ട് ബിനോയ് വിശ്വത്തിന് ഇത് പറയാനുള്ള അർഹത ഉണ്ടാവില്ല. അല്ല, എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട്, അതായത് ബിനോയ് വിശ്വം അല്ല താനെന്ന്, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ സംഭവത്തെയാണ് മുഖ്യമന്ത്രി അനുകൂലിച്ചത്, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞത്? അല്ല, അത് നമുക്കറിയാലോ. ഈ പറയുന്ന ബിനോയ് വിശ്വത്തിന് ഇത്രമാത്രം ഫണ്ട് നൽകിയിട്ടുണ്ട്.
ഇത്രമാത്രം ഫണ്ട് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു കൂട്ടർക്ക് എന്തുമാത്രം ഫണ്ടായിരിക്കും അദ്ദേഹം നൽകിയിട്ടുണ്ടാവുക? ഒരുപാട് ഫണ്ട് നൽകിയിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു ഹൈന്ദവ ഏകീകരണം അല്ലെങ്കിൽ ഭൂരിപക്ഷ ധ്രുവീകരണം എന്നുള്ള ഒരു അജണ്ട നടപ്പാക്കാൻ CPM മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ചെന്നിത്തല പറയുന്നു, ആ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് നമ്മൾ സംശയത്തോടു കൂടി നോക്കി കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെ ആരെയും കാറിൽ കയറ്റാറില്ല. ഇപ്പൊ ഞാനോ ഇപ്പൊ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ഒക്കെ ആണെങ്കിൽ സകല മനുഷ്യരെയും കാറിൽ കയറ്റാറുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ വെള്ളാപ്പള്ളിയും കയറ്റും. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. അതാണ് പറയുന്നത്, പിണറായി വിജയൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഒരു സാമുദായിക നേതാവിനെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്, ഈ പറയുന്ന നമുക്കറിയാം, അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഒരു ഹൈന്ദവ ഏകീകരണമാണ്, ഒരു ഭൂരിപക്ഷ ധ്രുവീകരണമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതായത് CPM അതിന്റെ ആശയങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു, ഏറെ ദൂരം മുന്നിലാണെന്ന് തന്നെയല്ലേ നമുക്ക് ഇതിൽ അത് നമ്മുടെ നാട്ടിൽ മത സാമുദായിക സംഘടനകൾ ആഴത്തിൽ വേരോട്ടമുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ പുറന്തള്ളാൻ ഏറെ കാലം ഇനിയും എടുക്കും. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ ഈ സാമുദായിക സംഘടനകളെയും ഈ മതവും ജാതിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ഇന്ന് നിലനിൽക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഒരു പ്രത്യേക ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് നമ്മൾ തന്നെ പരസ്പരം പറയുന്ന ഒരു കാര്യമാണ്, കേരളം എന്തോ മതേതരത്വമാണ്, കേരളത്തിൽ എന്തോ മതസൗഹാർദ്ദമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പരസ്പരം അങ്ങോട്ട് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ് കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മതേതരത്വമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്തുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കോ AK ബാലനോ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പോലും ഉള്ള ഒരു കരുത്തുണ്ടാവുകയായിരുന്നില്ല. ഇന്ന് അത് മാത്രമല്ല, വർഗീയ ശക്തികളും വർഗീയ കോമരങ്ങളും കേരളത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനോ ആർക്കും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കേരളം ഇന്ന് എത്തി നിൽക്കുന്നത്. ന്യൂനപക്ഷ ഭീകരത ആയിക്കൊള്ളട്ടെ, ഭൂരിപക്ഷ ഭീകരത ആയിക്കൊള്ളട്ടെ, കേരളത്തിൽ ആർമാദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്.